ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു രംഗ. നമ്മൾ നമ്മുടെ പാർട്ട് 4 ആണ് ഇടാൻ പോകുന്നത്. ഇത് ലോഡാൻ കുറേ നേരം പിടിക്കും ഗായ്സ്. അങ്ങനെ ലോഡായി പോണ വഴിക്കും നമ്മൾ ചത്തുപോയി. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്ക് ചത്തു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചെസ്റ്റിന് സ്റ്റോൺ എടുത്ത് കുരു ഉണ്ടാക്കിയിട്ട് മൈനിങ്ങിന് പോയി. 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായി ഞാൻ. അതിൽ ഒരെണ്ണം പൊട്ടിപ്പോയി. കുറേ സ്റ്റോൺ ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ സ്റ്റോണൊക്കെ ഞാൻ ചെസ്റ്റിലെടുത്ത് വെച്ചു. ഇപ്പം കറക്റ്റ് 40 തന്നെയായി. പിന്നെ എൻ്റെ ഫുഡൊക്കെ ഞാൻ പോണ വഴിക്ക് പോയി ചത്തുപോയി. അപ്പം ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഒരു ബോട്ടൊക്കെ ഉണ്ടായത്, ലൈറ്റ് ഉണ്ടായതാണ്, അത് പോയി. ഇനി ഇങ്ങനെ പോയാ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കോളും ഡയമണ്ടൊക്കെ ഉണ്ടാകും. പറഞ്ഞില്ല അതിനിടയിൽ എന്താ നമുക്ക് ചത്ത്. ഇതൊരു കാര്യം ഞാൻ ദൂരത്തേക്ക് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദൂരത്തേക്ക് പോയതാണ്. 10 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കുറച്ച് പാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കുറേ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായി. അത് കഴിഞ്ഞാണ് 10 ദിവസം. ഏതെന്താ സാധനങ്ങൾ വെസ്റ്റ് അതൊക്കെ വെള്ളത്തിന് മുകളിൽ. ഇതെന്താ പോവാതെ പോളാണ്. അത് വെള്ളത്തിന് മുകളിലല്ലേ വണ്ടി കിടക്കാർക്ക്. അതെന്താ എൻ്റെ അല്ല അല്ലാത്ത എന്തൊരു അറിയാനുണ്ട്. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല. പോയി കഷ്ടമായി. കഷ്ടമാണ് മൈനി. അത്ര കഷ്ടമൊന്നുമല്ല. നല്ലതൊന്നും ഉണ്ടാകാറുണ്ട്. ഒന്നിൽ മറ്റേ കോപ്പർ കിട്ടിയതാണ്. അത് കുറച്ച് സ്റ്റോൺ എടുത്ത് സ്റ്റിക്ക് 2 എണ്ണം ഉള്ളല്ലോ. ബാക്കി സ്റ്റിക്കോടെ അതാ വുഡ് എടുത്ത് ക്രാഫ്റ്റ് ചെയ്യാം. ഈ കാട്ടിനെ എടുക്കുക. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് നല്ല വേണ്ട സാധനമാണ്. ഇത് തന്നെ അത് തന്നെ ഉണ്ടാക്കുക. ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക. നേരെ പോവുക, നടക്കുക, തുറക്കുക, ചെസ്റ്റ് എടുക്കുക, ഫുഡ് എടുക്കുക. 3 വീറ്റ് കാണുന്നു. കൃത്യസമയത്ത് രാത്രി. കഷ്ടമാണ്. നീ കഴിച്ചിട്ടോ? അത് കഴിച്ചില്ല. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഉറങ്ങണത്. നിങ്ങൾ ഗായ്സ്, നമ്മൾ ഉറങ്ങി എനിക്കുണ്ടായി. ഇപ്പോൾ നമ്മുടെ ഹംഗർ ഇല്ല. ഇവിടെ കഴിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ല. ഫോൺ എടുക്കുക, ഇങ്ങോട്ട് പോവുക. അയ്യോ, ഇതല്ല
12 ബോൺമീൽ ഉണ്ടാക്കി. നീ ഏതാ? നമ്മൾ അറ്റാക്ക് ചെയ്യാത്ത അപ്പൊ സ്പൈഡർ പാവാണോ? അയ്യോ ഇല്ല കല്ല് കുഞ്ഞു. ഇവിടെ മറ്റേ സാധനങ്ങളുടെ വീടൊക്കെ ബാക്കിയുണ്ടല്ലോ. നിനക്കല്ല, നീ പോയായിരുന്നു. ശല്യപ്പെടുത്താണോ? എല്ലാവരും ശല്യപ്പെടുത്താനുണ്ടോ? ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി കയ്യിലേക്കാം. സീഡൊക്കെ ഉള്ളിലോട്ടെ. സീഡൊക്കെ നമുക്ക് അപ്പോഴാവശ്യമുള്ളൂ. റാഷന് കൊടുക്കുക. ആ ബ്രെഡ്, ഒരേ ഒരു ബ്രെഡ്. ഇതെന്ത് കഷ്ടമാണെന്നറിയാം. അപ്പം നമുക്ക് അവിടെ തന്നെ പോവാം. പക്ഷെ താഴത്തേക്ക് പോയാണ് വിഷമം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അയ്യണുണ്ടായി. അപ്പോൾ നമുക്ക് അയ്യണ് കാണുന്നില്ലല്ലോ. അതില്ല. ഇതെന്ത് കഷ്ടമാണ്. ഇങ്ങനെ ഒരു തേങ്ങ നടക്കില്ലല്ലോ. ദേഷ്യം വേണം. എൻ്റെ സാധനങ്ങളെല്ലാം കൂടിയാണ്. അപ്പം ഇനി നമുക്കിത് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അയണൊക്കെ മൈൻ ചെയ്ത് 12 അയൺ കിട്ടി. നമ്മൾ ആദ്യത്തെ അയൺ മൈൻ ചെയ്തപ്പോൾ നമുക്ക് ആകെ 10 or 5 കിട്ടിയുള്ളൂ. പിന്നെ എൻ്റെ താഴത്ത് പോയപ്പോൾ നമുക്ക് 12 അയണുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങാം. ഞാൻ സ്കിപ്പ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാം. നമ്മുടെ ചേട്ടൻ 24 ഞാൻ ചെയ്ത് പോയിരുന്നു. 24 വുഡുണ്ടായി. അത് എടുക്കുക, ഇത് വയ്ക്കുക. ആ സ്മെൽറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ അപ്പം കാണിച്ചത്. അപ്പോൾ നമ്മുടെ അയൺ ഇവിടെ സ്മെൽറ്റായിട്ടുണ്ട്. 12 അയൺ തന്നെ കിട്ടി. നമ്മുടെ വുഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം വുഡ് കുറച്ച് കുറഞ്ഞു പോയി. വുഡ് കുറഞ്ഞു പോയി. അപ്പം നമുക്കിനി ഒരു ചത്തുപോയി. ഇപ്പോൾ വലിയ ആളൊക്കെ ആയോക്കെ തോന്നുന്നു. ഇതൊന്നും വലിയ കാര്യമില്ല. അതിന് ഹെൽമെറ്റ് ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ഈ അയണ് 3 അയണ് എല്ലാത്തിനും ഞാൻ തീർക്കും. അയൺ ഇങ്കറ്റ് വെച്ചെന്തോ ഉപകാരം. നമുക്കൊരു ബക്കറ്റ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇല്ല ഞാൻ കാണിക്കണേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുകുട്ടന് ഇട്ട് കൊടുക്കാം. കുഞ്ഞുകുട്ടൻ്റെ കണ്ണാട് പോയി കുഞ്ഞുകുട്ടൻ കൊനയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഈ കപ്പ് എടുത്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അത് ഞാൻ ഇപ്പോൾ വ്യത്യാസം കാണിച്ചേ. ഇവിടെ
ഒന്നും കാണില്ല. ഇനി നമുക്ക് പുഴയിൽ പോയിട്ട് വാട്ടർ എടുക്കാം. അപ്പോൾ ഈ വാട്ടർ എടുക്കാൻ വേണ്ട 3 അയണ് ഞാൻ കളഞ്ഞത്. ഇപ്പോൾ 6 ആവശ്യം. ഇതെന്തത്? അങ്ങനെ ഒരു ടൂള് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. കഷ്ടം. ഇനി ഇത് വേഗം അപ്പൊ നമുക്കിതൊന്ന് ഫുള്ളാക്കിയിട്ട് അപ്പം ഞങ്ങളിവിടെ ഫുള്ളാക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് അറിയാതൊന്നും ഞാനില്ലേ ബക്കറ്റിൽ വെള്ളം വെച്ചോന്ന് തെറ്റിപ്പോയി. ഇല്ല ഇവിടുത്തെ പ്ലാൻ എല്ലാം പോയാ ഉറങ്ങും. അപ്പോൾ നമുക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ് അങ്ങനെ ഞാൻ ഉറങ്ങി എന്നിട്ട് ഇനി നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഇന്നോ അതോ അടുത്ത വീഡിയോയിലോ എന്തുണ്ടാവും, നമ്മുടെ സെക്കൻഡ് ഫ്ലോർ കൊണ്ട് കഴിയും. സന്തോഷാർത്ഥല്ലേ? അതെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 4 സ്റ്റെയർസ് ഉണ്ടാക്കാം. ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല, 2 ചെയ്യുന്നു. പൊളിക്കാം. നമുക്കിത് കഴിഞ്ഞിട്ട്. അപ്പം ഗായ്സ് നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പം ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു പണിയുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗായ്സ് ഒരു ചെറിയ വീട് 51 വുഡ് കഴിഞ്ഞു. എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലം. അത് നമ്മുടെ ഇല്ല ടൂളില്ല. കഷ്ടകാലം. അപ്പോൾ നമ്മുടെ സ്റ്റോണ് നമ്മളെ കയ്യിലെടുത്തിട്ടുണ്ട്. പണ്ടാരാണല്ലോ. ആകെ 2 സ്റ്റിക്ക് ഉണ്ട്. 2 സ്റ്റിക്ക് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഭാഗ്യം. ആകെ 2 സ്റ്റിക്ക്. ഇനി ജെറ്റിനോട് ഒരു മരം കിട്ടുക. വണ്ടിയിലാണ് മരം ഉണ്ട്. ഇതില്ലേ ഞാൻ മറ്റേക്ക് എൻ്റെ ഈ വീടിൻ്റെ ഭാഗത്തുള്ള മരമൊക്കെ കിട്ടുക. വീടിൻ്റെ അത്യാവശ്യം വളരാൻ എന്നാലാണ് എനിക്ക് വീണ്ടും ഞാൻ വെട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ കാട്ടിലൊന്നും അറിയാം. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ വീഡിയോ കണ്ടാണെങ്കിൽ വൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ ദൈവത്തോർത്ത് ഈ സീൽ അടിക്കരുത്. എന്താണെന്നറിയോ, ഈ സീൽ തന്നെ വള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടാണ് അയണ് കണ്ടുപിടിക്കുന്നത്. ഈ കോള് കണ്ടുപിടിക്കുന്ന ഒടുക്കത്തെ കഷ്ടപ്പെട്ട കാര്യമുണ്ട. നടക്കാത്ത കാര്യമൊക്കെ പറയാതിരിക്കുന്ന പോലെയാണ് കോള് കണ്ടുപിടിക്കുന്നത്. വേഗം എടുത്തോട്ടാ. നിങ്ങൾക്ക് ടഫായ കളി കളിക്കണമെങ്കിൽ എൻ്റെ പോലെ ഇതാണ് സൂപ്പർ ടഫായ കളിക്കുന്ന പോലെ. ടഫായ വേൾഡിൻ്റെ പേര് വരുന്നു എൻ്റെ വേൾഡ്. എൻ്റെ ഈ വേൾഡിൽ ഞാൻ ഒരു പേര് ഇട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ വന്നേക്കാം. ഇനി നിങ്ങൾക്ക് വേണം. അപ്പോഴേക്കും ഇവൻ ഇത് നേരത്തെ ഉണ്ടായിരുന്നാണ് ഈ മരം. അപ്പോൾ ഇനിയും ഈ മരം കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അഞ്ചെണ്ണം. എന്തിന് ഇങ്ങനെ ഉണ്ടാവും? ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. അപ്പം ഇപ്പം എത്ര കൂട്ടി ഒന്നും പോരാ. അതെന്ത്? അപ്പം നമുക്കിനി ഇതിങ്ങനെ തുടരാൻ മതി.
ഇതൊക്കെ കയ്യിലിരിക്കട്ടെ, ഇപ്പോൾ ആവശ്യമില്ല. ഇനി നമ്മൾ ക്രാഫ്റ്റിംഗ് എടുക്കണം. 99 പ്ലസ് വുഡ് എന്നാണ് ഞാൻ ചെയ്യുന്നത്. സാല്യ എനിക്കൊരു ഐഡിയയും കൂടി ഉണ്ട്. ഈ ഐഡിയ എനിക്ക് മാത്രം തോന്നിയതാണോ നിങ്ങൾക്കും തോന്നിയതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ തറ നോക്ക്, ഗ്രാസ് പിടിക്കണില്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം വേണം. അപ്പം ഒരു ഷവലുണ്ടാക്കി. എന്തുണ്ടാക്കി? ഷവലെടുത്തു, ഇവിടെ വെച്ചു. ഷവലെടുത്തു, ഇതെടുത്തു, മാറ്റി. ഷവല് കാണുക. അയ്യ സാല്യ ചെസ്റ്റിൻ്റെ ഒരു ഇതെത്തോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കണ്ടാൽ മതിയില്ലേ. ഗായ്സ് നമ്മളിവിടെ ഫുള്ളിങ്ങനെ വെട്ടി സൂപ്പറാക്കിയിട്ട് ഇനിയാണ് നമ്മുടെ ബ്ലോക്ക് വെക്കേണ്ടത്. ഈ ബ്ലോക്കല്ല, മറ്റേ വുഡിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ഒക്കെ വുഡ് വെച്ചിട്ടുണ്ട്. അയ്യോ രാത്രി ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോർ പണി തുടരാം. പക്ഷേ ഇപ്പം നമുക്ക് സെക്കൻഡ് ഫ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അഞ്ചാമത്തെ ചാപ്റ്ററിൽ അഞ്ചാമത്തെ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മൊബൈലധികം ചാർജില്ല. അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ചാർജ് 13 ഉള്ളൂ. അത് തന്നെ കഷ്ടമാണ്. ഇനിയും പണിയുണ്ട്. എപ്പോഴും ബെഡ്റോക്ക് എഡിഷൻ ബഗ് പിടിച്ച എഡിഷനായി. അല്ല ഇവിടെ എവിടെയെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു വുഡ് കിട്ടി, എനിക്കറിയില്ല. പിന്നെ നമുക്കിവിടെ ചെസ്റ്റിൽ നമുക്ക് നമ്മുടെ വുഡ് എടുത്തിട്ടുണ്ട്. ഒരു വുഡ് നടക്കാത്ത കാര്യമാണ് ഗായ്സ്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഗായ്സ് ഈ ഫ്ലോറിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഈ വുഡിൻ്റെ ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ കാര്യം ചെയ്യാൻ പോവാണ്. ഇത് മാറ്റാൻ പോവാണ്. ഇത് മാറ്റി കഴിഞ്ഞിട്ട് എന്താ വെക്കണത് നിങ്ങൾ കണ്ടോ? ഗസ് ചെയ്താൽ വേണം കസ്റ്റമർ ഗായ്സ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ നോക്ക് കണ്ട, ഞാൻ എന്തിട്ട് വെച്ചത് മനസ്സിലായിണ്ടായല്ലോ. കയറുമ്പോൾ ഇങ്ങനെ കയറും. ഇതാണ് ഞങ്ങൾ വെച്ചോ എന്തൊക്കെ പോലെ. എനിക്കതൊന്നും തോന്നുന്നുണ്ടാവുള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് മുകളിൽ ലൈറ്റൊക്കെ ടോർച്ചൊക്കെ വെച്ച് സൂപ്പർ കിടിലാക്കാം. ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത കമൻറ്റ് അതെല്ലാം ചെയ്യാം.